ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കിയാൽ ഉദ്ദേശിച്ചത് വലിയൊരു പേപ്പർ ബാഗ് അല്ല, ഒരു മിനി പേപ്പർ ബാഗ്. അതായത് നമുക്കിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയൊരു ബാഗാണിത്. എന്ത് ഇത്ര ആലോചിച്ചിരിക്കുന്നത്? ഒരു പേപ്പർ ഉണ്ടാവില്ലേ കയ്യിൽ, അത് എടുത്തിങ്ങോട്ട് കൊണ്ടുപോവാ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ബാഗ് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ തലവകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മടക്കുന്ന പ്രോസസ്സ് ഈ സെയിം പോലെ തന്നെ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബാഗ് ഫിനിഷ് ചെയ്യാൻ പറ്റും. A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കി അത് ഉണങ്ങാനെടുക്കാൻ തന്നെ ഒരു 1 വീക്ക് എടുക്കും. അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് ബാക്കോട്ട് പോകുന്നത്. നമ്മളെന്തായാലും ഇന്നലെ ക്ലേ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തായാലും അടി കിട്ടും. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പറഞ്ഞ് നമ്മുടെ പേപ്പർ ബാഗിൻ്റെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. A4 ഷീറ്റ് അല്ലേ, അപ്പോൾ പ്ലെയിൻ ആയിട്ട് കിടക്കില്ല, കുറച്ച് ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹേർട്ടും കൂടെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ പേപ്പർ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ക്യൂട്ടായിട്ടുള്ള ബാഗ് തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ മുകളിലൊരു ബോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.